ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഓണസദ്യയിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള വിഭവമായാണ് വന്നിട്ടുള്ളത്. ഓലനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ മത്തങ്ങയും അതുപോലെ കുമ്പളങ്ങയും ഉപയോഗിച്ചാണ് നമ്മൾ ഓലൻ തയ്യാറാക്കുന്നത്. ഇന്ന് മത്തൻ മാത്രമായിട്ടും അതുപോലെ കുമ്പളങ്ങ മാത്രമായിട്ടും ഓലൻ തയ്യാറാക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഓലൻ ഏത് തരത്തിലാണ് തയ്യാറാക്കുന്നത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. വ്യത്യസ്ത രീതിയിൽ ഞങ്ങളുടെ നാട്ടിലും ഓലൻ തയ്യാറാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ മത്തങ്ങയും കുമ്പളങ്ങയും ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളിതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ മത്തങ്ങയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെപ്പോഴും ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഓലൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും, മാത്രമല്ല നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. കുമ്പളങ്ങയും നമ്മൾ ഇതേ അളവിൽ ഇതേ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് മത്തങ്ങയ്ക്ക് 3/4 കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം. ഈ ഒരു അളവായിരിക്കും കുറച്ച് നന്നായിരിക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയിലൊക്കെ ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. ഒരു 1/4 ഭാഗം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നമ്മുടെ ഓലനിൽ കുറച്ച് ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് സാധാ കറികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഓലൻ്റെ ടേസ്റ്റ് ഉള്ളത്. ഓലനൊരു തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ പച്ചമുളകിൻ്റെയും ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക. അതുപോലെ തന്നെ ഇതിലേക്കൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവിന് നല്ല എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4 പച്ചമുളക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് അടച്ച് വെച്ചിട്ട് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം നമ്മുടെ മത്തനും കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ടും വെള്ളം കുറച്ച് ഒഴിച്ചതുകൊണ്ടും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലെ വെള്ളം ഒരു 3/4 ഭാഗത്തോളം വറ്റി തുടങ്ങി. ഇനി നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളും. ഇപ്പോൾ നമ്മുടെ കുമ്പളൻ കുറച്ച് വേവ് കുറവുണ്ട്, മത്തൻ നന്നായിട്ട് ആയിട്ടുണ്ട്. നോക്കൂ, ആവശ്യത്തിന് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും കയ്യിലൊന്നും ഉപയോഗിച്ചിട്ട് ഇളക്കാതിരിക്കുക, നമ്മുടെ മത്തനും ഒക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ മത്തനും കുമ്പളനും ഒക്കെ ആവശ്യത്തിന് വേഗമായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ 1/4 പാൽ. ഞാനിവിടെ ഒരു അരമുറിയുടെ പകുതി ആണ് പാലെടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങാപ്പാൽ നല്ല ചൂടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല ഫ്ലെയിമിൽ നിന്നും ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഓലൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ നിങ്ങൾ ഓലൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഞങ്ങൾക്ക് ഓലൻ സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദ്യയിലെ വിഭവം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഓലൻ കുറച്ചും കൂടെ ഒന്ന് കട്ടയാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ഇലയിൽ നിന്ന് ഒലിച്ചു പോവോ എന്ന് തോന്നിപ്പോവാം, പക്ഷേ നമ്മൾ വിളമ്പുന്ന സമയത്ത് കൃത്യമായിരിക്കും. നമ്മുടെ ഓലൻ. നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഏത് വിഭവമാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.